പാലായിൽ UDF കേവല ഭൂരിപക്ഷത്തിലേക്ക് വരും. അതിന് കാരണം സ്വതന്ത്രരുടെ സാന്നിധ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈരാറ്റുപേട്ട ഒഴികെയുള്ള മറ്റ് നഗരസഭകളിലെല്ലാം കോട്ടയം ജില്ലയിൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് UDF ആണ് എന്നത് വളരെ വ്യക്തമായ മുന്നേറ്റം മധ്യ കേരളത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. രണ്ടിടത്തും UDF. ഇടുക്കിയിലും കോട്ടയത്തും ഈ മുന്നേറ്റം കാഴ്ചവെക്കാൻ UDFന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. അതേസമയം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നഗരസഭയിൽ അങ്കമാലിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തൃപ്പൂണിത്തുറയിൽ NDA ആണ്, BJP ആണ്. അതേസമയം മറ്റ് മുനിസിപ്പാലിറ്റികളിൽ UDF ആണ്. ആലുവയിലും ഏലൂരിലും കളമശ്ശേരിയിലും കൊച്ചി കോർപ്പറേഷനിലും കൂത്താട്ടുകുളത്തും കോതമംഗലത്തും മരടിലും മൂവാറ്റുപുഴയിലും വടക്കൻ പറവൂരിലും പെരുമ്പാവൂരിലും പിറവത്തും തൃക്കാക്കരയിലും UDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. വലിയ കണക്കാണ് UDFന് സഹായകരമായിട്ട് മുനിസിപ്പാലിറ്റികളിൽ ഉള്ളത് എന്നതാണ്. തൃശ്ശൂർ ജില്ലയിലും LDFന് UDFിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് വന്നിരിക്കുന്നത്. ചാലക്കുടിയിൽ UDFനാണ് മുന്നേറ്റം. ചാവക്കാടും ഗുരുവായൂരും നിലനിർത്താൻ LDFന് കഴിയുന്നു. ഇരിങ്ങാലക്കുടയിൽ UDF ആണ്. കൊടുങ്ങല്ലൂരിലും കുന്നംകുളത്തും LDF ആണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ UDFന്റെ മുന്നേറ്റം. വടക്കാഞ്ചേരിയിൽ LDFന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂർ ജില്ലയിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് LDFനാണ്. അതായത് ഇത് UDFന്റെ തേരോട്ടം തന്നെ മുനിസിപ്പാലിറ്റികളിൽ മലപ്പുറത്ത് നോക്കേണ്ട കാര്യമില്ല. കോട്ടയിൽ ആകെ പൊന്നാനിയിൽ മാത്രമാണ് LDFന് ഒരു മേൽക്കൈ ഉള്ളത്. അവിടെ 10 സീറ്റിൽ LDFും 6 സീറ്റുകളിൽ UDFുമാണ്. ബാക്കി എല്ലായിടത്തും നിലമ്പൂരിൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മുൻതൂക്കമുള്ളത് UDFനാണ്. 16-2 എന്നുള്ളതാണ്. ആകെ മെജോറിറ്റിക്ക് വേണ്ടത് 19 സീറ്റുകളാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം. കൊണ്ടോട്ടിയും കോട്ടക്കലും മലപ്പുറവും മഞ്ചേരിയും ഉൾപ്പെടെ ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് UDF നടത്തുന്നത്. നിലമ്പൂർ, പരപ്പനങ്ങാടി, പെരിന്തൽമണ്ണ കോർപ്പറേഷനിലേക്ക് മുനിസിപ്പാലിറ്റി പരിശോധിക്കുമ്പോൾ ഇങ്ങനെ വ്യക്തമായ മേൽക്കൈയാണ്. താനൂർ, തിരൂരങ്ങാടി, വളാഞ്ചേരി ഉൾപ്പെടെ വളരെ കൃത്യമായ മേൽക്കൈ. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊന്നാനിയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന്. കോഴിക്കോട് പക്ഷേ LDFനാണ്. ഫറോക്കിലും കൊയിലാണ്ടിയിലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ മുന്നേറാൻ കഴിയുന്നു. മുക്കത്തും വടകരയിലും LDFന്റെ മുന്നേറ്റമാണ്. അതേസമയം പയ്യോളിയും രാമനാട്ടുകരയും UDFനാണ്. കൊടുവള്ളിയിൽ അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഏതാണ്ട് UDF തൂത്തുവാരുന്നു എന്ന് വേണം നമുക്ക് മുനിസിപ്പാലിറ്റികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഒരേ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ളത്. അത് തന്നെ ആയിരിക്കില്ലേ അവസാന ട്രെൻഡിലും പ്രതിഫലിക്കുക? മലപ്പുറത്ത് UDFന്റെ തേരോട്ടം തന്നെയാണ്. മുനിസിപ്പാലിറ്റികളിൽ ഒരെണ്ണം പൊന്നാനി മാത്രമാണ് LDF ഇപ്പോഴും മുന്നേറാൻ കഴിയുന്നത്. മറ്റ് എല്ലാ മുനിസിപ്പാലിറ്റികളും 11 UDF ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരിന്തൽമണ്ണ UDF പിടിച്ചെടുത്തു എന്നുള്ളതാണ്. UDF 30 വർഷങ്ങൾക്ക് ശേഷമാണ് പെരിന്തൽമണ്ണ ഭരണത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ നിലമ്പൂരിൽ LDF ആയിരുന്നെങ്കിൽ ഇത്തവണ നിലമ്പൂരിലും UDF ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. തിരൂരിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ തിരൂരിൽ UDFന്റെ തേരോട്ടമാണ് കണ്ടത്. നഗരസഭകളിലൊക്കെ UDFന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് മലപ്പുറം ജില്ലയിൽ കാണുന്നത്. പൊന്നാനി മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ നിലനിർത്തി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. വയനാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കൽപ്പറ്റയിൽ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ആണ് നടക്കുന്നത്. ഇടതുപക്ഷം 15 വാർഡുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. NDA 2 UDF 8 എന്നതാണ് കണക്കുകൾ. മാനന്തവാടി പക്ഷേ UDFനെയാണ് പിന്തുണയ്ക്കുന്നത്. അവിടെ UDF 21 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. 14 LDFന്. വ്യക്തമായ മേൽക്കൈയാണ് UDF മാനന്തവാടി നേടിയിട്ടുള്ളത്. മറ്റൊന്ന് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയിലും 36 വാർഡുകൾ ആണ് ഉള്ളത്. അതിൽ 9 വാർഡുകളിൽ അവിടെ ഇനിയും വോട്ടുകൾ എണ്ണേണ്ടതായിട്ടുണ്ട്. 9 വാർഡുകളിൽ ആണ് ഇപ്പോൾ UDF മുന്നിട്ട് നിൽക്കുന്നത്. 7 മുന്നിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. അങ്ങനെ വയനാട്ടിലേക്ക് വരുമ്പോഴും അവിടെ UDFന്റെ ഒരു മേൽക്കൈ ഉണ്ട് എങ്കിൽ പോലും ഇനിയും നിരവധി വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കണക്കുകൾ ഇനിയും വിശദമായി പരിശോധിക്കേണ്ടത്. അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതായും വരുന്നത്. അതേസമയം കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അവിടെ കണ്ണൂരിൽ LDFന്റെ മേൽക്കൈ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആന്തൂർ, ഇരട്ടി ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോഴും LDF തന്നെയാണ്. പക്ഷേ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ അത് എടുത്തു പറയണം. കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോഴും UDFന്റെ തേരോട്ടം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ മറ്റ് മുനിസിപ്പാലിറ്റികളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ LDF ആണ്. കൂത്തുപറമ്പിലും
പാനൂരിലും പയ്യന്നൂരിലും LDFന്റെ മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തലശ്ശേരിയിലും ആ മുന്നേറ്റം തന്നെയാണ്. പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോഴും UDFന്റെ മേൽക്കൈ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിലും കണ്ണൂർ കോർപ്പറേഷൻ മാത്രമായിരുന്നു UDFന് ഒപ്പം നിന്നത്. തിരുവനന്തപുരവും കൊല്ലവും കൊച്ചിയും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ UDFനെ കൈവിട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ ഒരു തിരിച്ചുവരവിന് കളം ഒരുങ്ങുന്നു UDFന് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെ ഒരു മുന്നേറ്റം UDF നടത്തുമ്പോൾ തിരുവനന്തപുരത്ത് വളരെ മോശം പ്രകടനം എന്നത് തന്നെയാണ്. അപ്രതീക്ഷിതമായ മുന്നേറ്റവും ഇപ്പോൾ കൊല്ലത്ത് എന്ന് തന്നെ പറയാം. കൊല്ലത്ത് പ്രതീക്ഷിക്കാത്ത ഒരുപക്ഷെ അട്ടിമറി സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന പ്രകടനം ആണ് കൊല്ലത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്ക് പോലും അവിശ്വസനീയമായ മുന്നേറ്റം ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട പശ്ചാത്തലമാണ് ഉള്ളത്. കൊല്ലത്ത് വലിയ മേൽക്കൈ ആണ് ഇപ്പോൾ. കൊല്ലം കോർപ്പറേഷനിൽ ഇപ്പോഴും UDFന്റെ മേൽക്കൈ എന്നത് പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്. കൊല്ലത്തെ മറ്റ് മുനിസിപ്പാലിറ്റികളിൽ എല്ലാം ഇടതുപക്ഷം വലിയ മുന്നേറ്റം നടത്തുമ്പോഴാണ് കൊല്ലം കോർപ്പറേഷൻ ഇത്തവണ ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. കൊച്ചി കോർപ്പറേഷനിലെ UDFന്റെ മേയർ സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടുള്ള ദീപ്തി മേരി വർഗീസ് വിജയിച്ചു വരുമ്പോൾ ദീപ്തിയെ സ്വീകരിക്കുന്ന UDF പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ UDF ഭരണത്തിലേക്ക് എത്തും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. 39 സീറ്റുകൾ ആണ് UDFന് ഭരണം നിലനിർത്താൻ കൊച്ചിയിൽ ആവശ്യം. അവിടെ ഇപ്പോൾ ഏതാണ്ട് 40 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതേ ദീപ്തി മേരി വർഗീസ് ആയിരിക്കാം മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷന്റെ മേയറായി വരാൻ പോകുന്നത് എന്നുള്ളതാണ്. വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ ദീപ്തിക്കായിരിക്കുമോ ലോട്ടറി വീഴുക എന്നത് നമുക്ക് ഉറപ്പില്ല. ഭരണത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കൊച്ചി കോർപ്പറേഷനിൽ പ്രതീക്ഷിക്കുന്നു. കൊല്ലത്തെ മുന്നേറ്റം അത്ഭുതപ്പെടുത്തുന്നതാണ്. അവിടെ കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി, കൊട്ടാരക്കര, പരവൂർ, പുനലൂർ മുനിസിപ്പാലിറ്റികളിൽ ഇടതുപക്ഷത്തിന്റെ വലിയ മേൽക്കോയ്മ തുടരുന്നതിന് ഇടയിൽ ആണ് കോർപ്പറേഷൻ മാത്രം UDFനെ പിന്തുണയ്ക്കുന്നത് എന്നതാണ് ഏറെ കൗതുകകരമായ രാഷ്ട്രീയ സാഹചര്യം. ഇപ്പോഴിതാ ദീപ്തി മേരി വർഗീസ് പ്രതികരിക്കുകയാണ്. വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുന്നു. ഈ സ്വീപ്പിംഗ് വിക്ടറി എന്ന് പറയുന്നത് കൊച്ചിയിലെ നഗരസഭയിലെ ജനങ്ങൾക്കുള്ളതാണ്. അവർ ആഗ്രഹിക്കുന്നുണ്ട് UDF തിരിച്ചു വരണം. യെസ്, അതാണ് ആവേശ കൊടുമുടിയിലാണ് എന്ന് പറയാം UDFന്റെ പ്രവർത്തകർ. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കുന്നുവെങ്കിൽ അത് വലിയ ആത്മവിശ്വാസമാണ് നൽകാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ദിവസങ്ങളോളം VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നു അവിടെ എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം ഇതാ തിരുവനന്തപുരത്ത് വീണ്ടും NDAയുടെ മേൽക്കൈ തന്നെ എന്ന് പറയേണ്ടതുണ്ട്. പക്ഷേ അത് ഇഞ്ചോടിഞ്ച് എന്നതിനപ്പുറത്ത് 35-25 എന്ന നിലയിലേക്ക് എത്തുന്നു. 10 സീറ്റുകളുടെ വ്യത്യാസമാണ് ഈ ഘട്ടത്തിൽ NDAയും LDFും തമ്മിൽ ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തിപ്പെടാൻ NDAക്ക് സാധിക്കുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവില്ല. അങ്ങനെയെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാൽ പോലും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരിക്കുക എന്നത് NDAക്ക് വീണ്ടും സ്വപ്നം മാത്രമായി മാറുമോ എന്നുള്ളതാണ്. അതിനപ്പുറത്ത് വലിയ മുന്നേറ്റം ഇനിയും NDAക്ക് തുടരാൻ സാധിക്കുമോ?
അതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം തന്നെ ഉറ്റുനോക്കുന്നത് എന്ന് പറയാം. തിരുവനന്തപുരം പ്രത്യേകിച്ച് തലസ്ഥാനം നഷ്ടമാകുന്ന ഒരു സാഹചര്യം LDF-ന്, അവിടെ UDF-ന് വലിയ പ്രതീക്ഷ നേരത്തെ തന്നെയില്ല. സീറ്റ് നില മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നതായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലടക്കം അവരുടെ പ്രതീക്ഷ. അതും ഫലപ്രദമാകുന്നില്ല എന്ന് വേണം ഇപ്പോഴത്തെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ. എന്തായാലും 6 കോർപ്പറേഷനുകളിലെ തെരഞ്ഞെടുപ്പ് ഫലം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ UDF-ന് വലിയ ആശ്വാസം നൽകുന്ന സാഹചര്യം ആണുള്ളത്. 4 കോർപ്പറേഷനുകളിൽ UDF വിജയത്തിലേക്ക് എത്തുകയോ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുകയോ ചെയ്യുന്ന പശ്ചാത്തലം ആണുള്ളത്. അവിടെയാണ് BJP-ക്ക് ആശ്വാസകരമാകുന്നത്. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP അഥവാ NDA മാറുമെന്നുള്ളത്. വലിയ നഷ്ടം സംഭവിക്കാൻ പോകുന്നത് LDF-നാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 ഇടങ്ങളിൽ അധികാരത്തിലിരുന്ന LDF ഇത്തവണ ഒരിടത്തേക്ക് മാത്രം ചുരുങ്ങുന്നു. അതാകട്ടെ കോഴിക്കോടാണ്. കോഴിക്കോട് LDF-ന് 26 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കാൻ പറ്റുന്നത്. UDF-നെ സംബന്ധിച്ചിടത്തോളം 22 എന്ന നിലയിലും നിൽക്കുന്നു. ഇങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. രാഷ്ട്രീയ കേരളം ആവേശപൂർവ്വം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കി കാണുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അപർണ, ഏതായാലും 2.5 മണിക്കൂർ വോട്ടെണ്ണൽ തുടങ്ങി 2.5 മണിക്കൂറിനുള്ളിൽ ഇതുവരെ ഒരുപക്ഷെ LDF മൂന്നാമത് തിരിച്ചു വരുമെന്ന് ഒരുപാട് സന്തോഷം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി ആശാനാഥ് പ്രതികരിക്കുന്നു. വലിയ സന്തോഷം അവർ പങ്കുവയ്ക്കുന്നു. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ BJP-ക്കകത്ത് നിന്ന് ഉയർന്നു വന്നിട്ട് പോലും NDA നടത്തുന്ന മുന്നേറ്റമുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. അത് LDF-ന് നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ചുവരവ്, മൂന്നാമതൊരു വരവും നിയമസഭയിൽ നടത്തും എന്ന് പറയുന്ന LDF-ന് അതൊരു തിരിച്ചടിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2.5 മണിക്കൂറായി വോട്ടെണ്ണുമ്പോൾ പലയിടത്തും നിന്നും വരുന്ന അട്ടിമറി മുന്നേറ്റങ്ങൾ, അട്ടിമറി തിരിച്ചുവരവുകൾ UDF ലതിക സുഭാഷ് തോറ്റു എന്നുള്ളതാണ് മറ്റൊരു വാർത്തയായി നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. സംസാരിക്കുന്നു.